ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തോടെ വീണ്ടും ചർച്ചയാകുന്നത് സുപ്രീം കോടതി റദ്ദാക്കിയ അയാളുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കുമോ എന്നാണ്. അങ്ങനെ സാധ്യമാകുമോ? എന്താണ് ഇതിന്റെ നിയമവശം? ഗോവിന്ദചാമി ക്രൂര കൊലപാതകം നടത്തിയതിനു ശേഷവും നിരവധി തവണ ഇത്തരത്തിൽ മാധ്യമ വാർത്തകളിൽ കുപ്രസിദ്ധി നേടിയിരുന്നു. തൃശൂർ അതിവേഗ കോടതിയാണ് ഈ കേസിൽ ആദ്യം ശിക്ഷ വിധിക്കുന്നത്. കേരളത്തിൽ ഏറെ ചർച്ചയായ കേസിലെ വിധി കേൾക്കാൻ അന്ന് കോടതിക്ക് ചുറ്റും വൻ ആൾക്കൂട്ടമുണ്ടായി. എന്തിന്? ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ വീടിന് മുന്നിൽ അന്ന് രാവിലെ മുതൽ ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. പിന്നീട് ആ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചപ്പോഴും സമാനമായ അവസ്ഥ. ഈ കൊടും ക്രിമിനലിന് വധശിക്ഷ എന്നത് ആശ്വാസമായി മലയാളി കണ്ടു. എന്നാൽ 2016 സെപ്റ്റംബർ 15-ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗോവിന്ദചാമിയെ വെറുതെ വിട്ടുവെന്ന് മാധ്യമങ്ങൾ ആദ്യം തെറ്റായി വാർത്ത നൽകി. അന്ന് കേരളം തലയിൽ കൈവച്ചുപോയി. വിധിന്യായം പുറത്തു വന്നതോടെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് വ്യക്തമായി. വധശിക്ഷ റദ്ദാക്കാൻ സുപ്രീം കോടതി ചില കാര്യങ്ങളും നിരത്തിയിരുന്നു. സൗമ്യ സ്വയം ട്രെയിനിൽ നിന്ന് ചാടിയതാകാമെന്നായിരുന്നു അതിൽ പ്രധാനം. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് 23 വയസ്സുള്ള പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാനാകുമോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ അതേ ഗോവിന്ദചാമി ജയിലിലെ വൻമതിൽ ചാടിക്കടന്ന് ആ സംശയം അങ്ങ് തീർത്തു. ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം ചെയ്തു കൂട്ടും. അത് പറ്റില്ല. ഇയാൾക്ക് ഇനിയെങ്കിലും വധശിക്ഷ നൽകിക്കൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അന്തരിച്ച അഭിഭാഷകൻ BA ആളൂർ സുപ്രീം കോടതിയിൽ ദീർഘമായി വാദിച്ചാണ് അന്ന് വധശിക്ഷ ഒഴിവാക്കിയത്. അന്ന് കോടതി കണ്ടെത്തിയ കാരണങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. വധശിക്ഷ റദ്ദാക്കിയ നടപടി തെറ്റാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അന്ന് വിളിച്ചു വരുത്തി ശാസിക്കുക വരെ ചെയ്തു. പക്ഷേ അന്ന് ഒഴിവാക്കിയ വധശിക്ഷ ഒരു ജയിൽ ചാട്ടത്തിന്റെ പേരിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നതാണ് വസ്തുത. ജയിൽ ചാട്ടത്തിന് കേവലം 6 മാസം തടവ് മാത്രമാണ് അധിക ശിക്ഷ. ജയിലിനകത്ത് ഏകാന്ത തടവോ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളോ തുടരാമെന്നല്ലാതെ ഈ കൊടും കുറ്റവാളി ഇനിയും കേരളത്തിലെ ജയിലിൽ തന്നെ കഴിയും.